ഗുഡ് മോർണിംഗ്. എല്ലാവരെയും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്നൊരു ക്യാരറ്റ് കേക്കാണ് ഉണ്ടാക്കണം. അതിന് വേണ്ടി പഞ്ചസാര ക്യാരമൽ ചെയ്യാൻ ഇത്രയും പഞ്ചസാര ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം. അത് ഞാൻ തീ കുറച്ച് വയ്ക്കുകയാണ്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. പതുക്കെ ആയിട്ട് വരട്ടെ. പഞ്ചസാര മെൽറ്റായിട്ട് കളറ് മാറി തുടങ്ങി കേട്ടോ. ഉണ്ടോ? ഇതുപോലത്തെ കളറായിട്ടുണ്ട്. ഇത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആയതുകൊണ്ട് പെട്ടെന്ന് കരിയായിരിക്കില്ല. ഉണ്ടോ? ഇത്രയും കളറായി. ഒന്നും കൂടി വേണമെങ്കിൽ ആയിക്കോട്ടെ. ഇപ്പം ശരിക്കും ആയിട്ടുണ്ട്. ഞാൻ ഇതിനകത്തേക്ക് 2 സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം ഒഴിക്കുമ്പോൾ ഇതുപോലെയാവും. അത് ശരിക്കും ചൂടായി കഴിയുമ്പോൾ ശരിയാവും. ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഏലക്കപ്പൊടിയാണ് കേട്ടോ. ഞാൻ ഈ സിറപ്പിലേക്ക് പഞ്ചസാര ക്യാരമൽ ചെയ്ത ലൈനിലേക്ക് ക്യാരറ്റ് ഒരു 4 ഇടത്തരം ക്യാരറ്റ് 250 ക്യാരറ്റ് ഉണ്ടാവും. അതിങ്ങനെ ഗ്രൈൻഡ് ചെയ്തെടുത്തതാണ് കേട്ടോ. അത് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ചെറിയ നനവ് ഇരുന്നോട്ടെ. കുറച്ച് ഉണക്കമുന്തിരി ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതങ്ങനെ അധികം വേവിക്കണില്ല. ഇത് തീ ഓഫ് ചെയ്യാൻ കേട്ടോ. ഒരു മിക്സിയുടെ ജാറിലേക്ക് 4 മുട്ട ഒഴിച്ചിട്ടുണ്ട്. ഒരു കപ്പ് പഞ്ചസാര, അടിച്ചെടുക്കട്ടെ. മുട്ടയും പഞ്ചസാരയും കൊണ്ട് അടിച്ചത് മഞ്ഞ കളറിൽ നിന്ന് കുറച്ച് വെള്ള കളറിലേക്ക് വന്നിട്ട് കേട്ടോ. ഞാനിത് ഇത്രയും സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കണം. വാനില എസൻസ്, ഇതെല്ലാം കൂടി ഒന്നും കൂടി അടിക്കുക. അധികം അടിക്കേണ്ട ആവശ്യമില്ല. ഒന്നും കൂടി ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഞാൻ ഈ മിക്സ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. – 250 കപ്പൊക്കെ ഞാൻ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഇതിനകത്തേക്ക് അരിച്ചിട്ട് കൊടുക്കുകയാണ്.
1 സ്പൂണ് ബേക്കിംഗ് പൗഡർ, 1/2 സ്പൂണ് ബേക്കിംഗ് സോഡ, ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടി ഇതിനകത്തേക്ക് അരിച്ചിട്ട് കൊടുക്കാം. ഞാൻ ഇത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. ഞാൻ ഒരു വിസ്കോ സ്പൂണോ എന്തായാലും അവരവരുടെ സൗകര്യത്തിന്. ഞാനത് സ്പൂണാണ് എടുത്തത്, വലിപ്പമുള്ളൊരു സ്പൂണ്. നല്ലോണം മിക്സാക്കി കൊടുക്കാം. കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ? ഇതിനകത്തേക്ക് കേക്കല്ലേ, ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടില്ല. കാരമൽ ഇട്ടത് ഇട്ട് കൊടുക്കാൻ കേട്ടോ. കാരമൽ ചെയ്ത പഞ്ചസാര ലൈനിലേക്ക് ക്യാരറ്റ് ഇട്ടപ്പോൾ കളർ വന്നിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കുറച്ച് നട്ട്സ് പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടിക്കുന്നൊരു ടേസ്റ്റ് കിട്ടാനായിട്ടാണ്. എല്ലാം കൂടി ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം. ക്യാരറ്റ് കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അധികം ലൂസും അല്ല, അധികം കട്ടിയുമില്ല, കുറച്ചധികം ഉണ്ട്. ഞാനൊരു 10 ഇഞ്ചിൻ്റെ കേക്ക് ട്രേ ആണ്, റൗണ്ട് കേക്ക് ട്രേ. അതിനകത്തൊരു ഓയിൽ തടവിയിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ഓയിലൊന്ന് തടവിയിട്ട് മൈദ ഇട്ടൊന്ന് ചുറ്റിച്ചാലും മതി. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പർ തന്നെ വയ്ക്കുക. ഞാൻ ഇതിനകത്തേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കണം. കേക്ക് ട്രേയിലേക്ക് ബാറ്റർ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പൊക്കോട്ടെ എന്ന് ചോദിച്ചാണ്. ഞാൻ ഈ ട്രേ ഒരു പ്രീഹീറ്റ് ചെയ്ത് വെച്ചേക്കണ അലൂമിനിയത്തിൻ്റെ ഓവൻ സെറ്റപ്പാണ്. അതിനകത്തേക്ക് വെച്ച് കൊടുത്തേക്കാണ് കേട്ടോ. ഇതിൻ്റെ മീതേക്ക് ഓരോ നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് കേക്കല്ലേ, ക്യാരറ്റും കുറച്ച് ഇട്ട് കൊടുക്കും. ഇതിൻ്റെ മൂടി വെച്ച് അടച്ചു കൊടുക്കണം. ഒരു 30 മിനിറ്റ് കഴിയുമ്പോൾ നോക്കാം. 40 മിനിറ്റൊക്കെ വേണ്ടി വരും, ഇത്തിരി കട്ടിയിലുള്ളതല്ലേ. കേക്ക് വെന്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒന്ന് നേരത്തെ കുത്തി നോക്കിയായിരുന്നു. ഭയങ്കര സോഫ്റ്റാണ് കേക്ക്. കണ്ടോ, ഒന്നും പറ്റി പിടിച്ചിട്ടില്ല. നടുക്ക് തന്നെയാണ് കുത്തണം. നടുക്ക് കുത്തി നോക്കിയാലാണ് അറിയുള്ളൂ എന്നുള്ളതാണ്. കണ്ടോ,
ഒന്നും പറ്റി പിടിച്ചല്ലോ. കേക്ക് വന്നിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാണ് ഞാൻ സിമ്മിലിട്ടിട്ടാണ് കേട്ടോ അത് വേവിച്ചത്. ഒരു 5-10 മിനിറ്റ് കുറച്ച് കൂട്ടിയിട്ട് തീ, പിന്നെയൊക്കെ ഏറ്റവും കുറവിലിട്ടിട്ടാണ് വേവിച്ചത്. കാരണം ഇത്തിരി വലിപ്പമുള്ള കേക്കല്ലേ, ചിലപ്പോൾ അങ്ങനെ കരിഞ്ഞാലോ എന്ന് വിചാരിച്ചാൽ ഞാനിത് ഇതിൽ നിന്ന് എടുക്കാണ്. ഒന്ന് ചൂടാറട്ടെ. ക്യാരറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് സൈഡൊക്കെ കത്തി കൊണ്ട് പതുക്കെ ഇങ്ങനെ ഒന്ന് അനക്കി കൊടുക്കാം, അങ്ങനെ എല്ലാ സൈഡും. എന്നിട്ട് പാത്രം വെച്ച് മറക്കുകയാണ് ചെയ്യുന്നത്. മറിച്ചിട്ട് പതുക്കെ ഒന്ന് തട്ടി കൊടുക്കാം. കണ്ടോ? ബട്ടർ പേപ്പർ മാറ്റി കൊടുക്കാം. പഞ്ചസാര ക്യാരമൽ ചെയ്തത് കൊണ്ടാണ് കേട്ടോ ഇത്രയും കളർ. പെർഫെക്റ്റായ ക്യാരറ്റ് കേക്ക്, നല്ല സോഫ്റ്റാണ് കേട്ടോ. അടിപൊളി. ഇതൊന്നുകൂടെ മറക്കുക, അപ്പുറത്തെ വശത്തേക്ക് ആക്കാം. ഇതാണ് ഇതിൻ്റെ മുൻവശം, ടോപ്പ് കണ്ടോ? സോഫ്റ്റാണ് കേട്ടോ, നല്ല പതുപതൂന്നായിരിക്കണേ. ഞാനൊന്ന് മുറിച്ച് കാണിക്കാം. തിന്നണ ആൾക്കാരൊന്നും ഇവിടെ ഇല്ല, അതുകൊണ്ട് ഞാൻ ഒന്ന് മുറിച്ച് കാണിക്കാം. കണ്ടോ? കത്തി വയ്ക്കുമ്പോൾ തന്നെ താന്ന് പോകും. കണ്ടോ? അടിപൊളി കേക്കാണ് കേട്ടോ, നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇത് ചൂടാറിയാലാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ചൂടോടെയാണ്, നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് തിന്നണുള്ളൂ. ഇതിപ്പോൾ ക്യാരറ്റൊക്കെ നല്ലോണം ചേർന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ടിരിക്കണേ. ഇപ്പോൾ തിന്നണില്ല കേട്ടോ, മുറിച്ച് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ചൂടാറി കഴിഞ്ഞിട്ട് കഴിക്കണുള്ളൂ. പിള്ളേരൊക്കെ വന്നിട്ട് വേണം. ഞാൻ ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എനിക്ക് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള മനസ്സ് കാണിക്കണം കേട്ടോ. തൊട്ടടുത്ത ബെല്ലും ഓളും കൂടി പ്രസ് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഞങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നിങ്ങൾ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടോ നോക്കി. അടിപൊളി കേൾക്കാൻ കേട്ടോ. ഞാൻ സാവധാനം പറയണേ, നിങ്ങൾ കേൾക്കണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുടെ റെസിപ്പിയായിട്ട് ഞാൻ വരുന്നത് വരെ എല്ലാവർക്കും നന്ദി. എൻ്റെ വീഡിയോകൾ കാണാൻ ശ്രമിക്കുന്നു കേട്ടോ എല്ലാവരും. എൻ്റെ ഒരു അപേക്ഷ കൂടിയാണത്, കാണണമെന്നുള്ളത്.